ഇയാൾ കടലിനടിയിലെ ഷോക്കിംഗ് ആയ ഒരു സീക്രട്ട് കാണുന്നു. അയാൾ അത് കണ്ട് ഷോക്കാവുന്നു. കാരണം വലിയൊരു ഇരുമ്പ് ചങ്ങല കടലിനടിയിൽ കിടക്കുന്നു. നോക്കുമ്പോൾ അത് ഒരെണ്ണമല്ല, ഒന്നിൽ കൂടുതലുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഏതോ വലിയൊരു ജീവിയെ ബന്ധിച്ചിരുന്നതാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അയാളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. അയാൾ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു. തന്റെ മുന്നിലെ കാഴ്ച കണ്ട് അയാൾ ഷോക്കാവുന്നു. ഒരു വലിയ തിരമാല അയാളുടെ നേരെ വരുന്നു. അപകടകരമായ ആ സിറ്റുവേഷനിൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞു പറക്കും കുതിര അയാളെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് പറക്കുന്നു. അത് അയാളെ ആ തിരയിൽ നിന്ന് രക്ഷിച്ച് കരയിലെത്തിക്കുന്നു. അപ്പോഴേക്കും ആ തിരമാല മാറി കടൽ വീണ്ടും ശാന്തമാവുന്നു. അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം കാണുന്നത്. ആ വലിയ ചങ്ങല ഒരു ദ്വീപിനെ ചുറ്റിക്കിടക്കുന്നത് പോലെയുണ്ട്. ആദ്യ കാഴ്ചയിൽ അതൊരു ദ്വീപായി തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ ദ്വീപിന് കണ്ണുകളുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. അയാൾക്ക് ആ കണ്ണുകൾ കാണുമ്പോൾ തന്നോട് രക്ഷിക്കാൻ യാചിക്കുന്നതായി തോന്നുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അയാൾക്ക് അതൊരു വലിയ ഏൻഷ്യന്റ് തിമിംഗലമാണെന്ന് മനസ്സിലാവുന്നത്. അതിന്റെ കണ്ണിൽ നിന്ന് വലിയ കണ്ണീർത്തുള്ളികൾ കടലിൽ പതിക്കുന്നു. അത് കണ്ട അയാൾക്ക് അതിനോട് അലിവ് തോന്നുന്നു. അപ്പോഴാണ് അയാൾ അതിന്റെ ഗുഹ പോലുള്ള വലിയ മൂക്ക് കാണുന്നത്. ഉടനെ അയാൾക്ക് ഒരു ഐഡിയ തോന്നുന്നു. അയാൾ ഉടനെ തന്റെ കുതിരയുടെ പുറത്ത് കയറിയിരുന്ന് ആ തിമിംഗലത്തിന്റെ മൂക്കിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് കുതിരയോട് അതിന്റെ ചിറകുകൾ തിമിംഗലത്തിന്റെ മൂക്കിൽ തട്ടിക്കാൻ പറയുന്നു. തിമിംഗലത്തിന്റെ മൂക്കിൽ ഇക്ലിയാവാൻ തുടങ്ങി. അതിന് തുമ്മൽ വരുന്നു. അതിന് തുമ്മൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അത് തല ഉയർത്താൻ തുടങ്ങിയതും ആ പഴയ ചങ്ങലകൾ ഓരോന്നായി പൊട്ടാൻ തുടങ്ങുന്നു. അവസാനം അത് തുമ്മിയതും എല്ലാ ചങ്ങലകളും പൊട്ടി ആ തിമിംഗലം ഫ്രീ ആവുന്നു. അയാളും കുതിരയും അതിന്റെ മൂക്കിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. ആക്ച്വലി ഇയാൾക്കൊപ്പമുള്ളത് ഒരു സാധാരണ കുതിരയല്ല, സ്വർഗത്തിൽ നിന്ന് ഗിഫ്റ്റായി കിട്ടിയ ഒരു കുതിരയാണ്. ഒരു ദിവസം ഇയാളുടെ വയലിൽ ഏതോ ജീവി വന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അച്ഛൻ അത് കണ്ട് അതിനെ പിടിക്കാൻ ഇയാളെ ഏൽപ്പിക്കുന്നു. നോക്കുമ്പോൾ അവരുടെ വയലിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയത് സ്വർഗത്തിൽ നിന്ന് വന്നൊരു വലിയ വെള്ളക്കുതിരയാണ്. അയാൾ അതിനെ പിടിക്കുന്നു. ആ കുതിര അയാളുടെ മുന്നിൽ കരയുന്നു. എന്നെ മോചിപ്പിച്ചാൽ നിനക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുന്നു. അതിനോട് അലിവ് തോന്നി അയാൾ അതിനെ മോചിപ്പിച്ച് ഇനി ഇവിടേക്ക് വരരുതെന്ന് പറയുന്നു. അങ്ങനെ അത് അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം അയാൾ ഉറങ്ങി എണീക്കുമ്പോൾ അവരുടെ തൊഴുത്തിൽ 2 കുതിരകൾ നിൽക്കുന്നു. അവയുടെ ശരീരത്തിൽ ഒത്തിരി ഓർണമെന്റ്സും ധരിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ മാന്ത്രിക കുതിരയെയും അയാൾക്ക് സ്വർഗത്തിലെ ആ വെള്ളക്കുതിര അതിനെ മോചിപ്പിച്ചതിന് പ്രതിഫലമായി അയച്ചിരിക്കുന്നു.